ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അതിരപ്പള്ളിയിൽ നിന്നും ഏഴാറ്റുമുഖം വഴി ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിക്ക് ഞാനിപ്പോൾ ഏഴാറ്റുമുഖം അവിടെ കഴിഞ്ഞു, ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പം ഏഴാറ്റുമുഖത്ത് ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ അടങ്ങിയ ഒരു വീഡിയോ ഉണ്ട്, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം ഇതിന് ഞാനൊരു ആനയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വന്നു. ഞാൻ വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിലപ്പാറ പാലം കയറി ഇറങ്ങി വരുന്നതാണ്. ഞാനിപ്പം നമ്മുടെ ഏഴാറ്റുമുഖം വഴി ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ കയറിയാണ്. സമയം ഇപ്പോൾ ഒരു 6 മണിയായി. അപ്പോൾ കയറിയപ്പോൾ തന്നെ ദേ ഇവിടെ ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും നാളിൽ യാത്ര പോയി ഒരു ആന ഇങ്ങനെ കാണുന്നത്. സൂപ്പർ. ഈ ആനകൾക്ക് ഈ എണ്ണപ്പന, ഈ നിൽക്കുന്ന മൊത്തം എണ്ണപ്പനയാണ്. എണ്ണപ്പന ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു എണ്ണപ്പന കണ്ട കാലുകൊണ്ട് ചവിട്ടി അത് തിന്നുകയാണ്. അപ്പം അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, കയറാതിരിക്കുന്ന നല്ലതേ. ഇത് കണ്ടില്ലേ, എണ്ണപ്പനയാണത്. കയറി തുടക്കം തന്നെ ആനയെ കാണാൻ പറ്റും, ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ. കാരണം ഇതുവരെ ഞാൻ ഇതുപോലെ പോയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം പറഞ്ഞത് അവിടെ ഇപ്പോൾ ചോദിച്ചാൽ പറഞ്ഞത് ഇന്നലെ ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരെണ്ണം അവിടെ നിൽപ്പുള്ളൂ, ബാക്കി 2 എണ്ണം അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടെ. പിന്നെ ഈ പോകുന്ന വഴിക്കും ആനകളുള്ള റൂട്ടാണ്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ചുറ്റുമൊക്കെ നോക്കി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കി ഇപ്പോൾ വണ്ടികൾ ഇടയ്ക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വണ്ടി ഈ റൂട്ട് എടുത്തത്. ഈ റൂട്ടിൽ ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടുള്ളതാണ്. ഇതിനു മുമ്പേ നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ വാഴച്ചാൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഈ റൂട്ടാണ് പോയത്. അന്നൊക്കെ ഒരു ഉച്ച സമയമായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ ആനയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുമല്ല, അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തുമില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ആനപ്പിണ്ടങ്ങൾ കുറേ വഴിയിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഒരു ചേട്ടൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കാറുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്, അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വഴിയിലൊന്നും ആന ഇല്ലെന്നാണ്. കാരണം അല്ലെങ്കിൽ അവരൊക്കെ ഒരു സിഗ്നൽ തന്നേനായിരുന്നു, ബൈക്കുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും റൂട്ട് നല്ല റൂട്ടാട്ടോ. കാരണം നല്ല അടിപൊളി പന, രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ടാകും. ഇവിടെ ഇവിടുന്ന് ഒരു റൈറ്റ് റോഡ് കാണാം. ഇവിടാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമ ബോർഡൊക്കെ ആയിട്ടൊക്കെ ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് പാർക്കും ഒക്കെ ഉണ്ട്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണാം അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ, എന്ത് ഭംഗിയല്ലേ ഈ ഒരു എണ്ണ പനയാണ്. നല്ല രസമല്ലേ കാണാൻ. ഇതിനകത്ത് അവിടെ ആന നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ആ കുറച്ച് ദൂരെ ആയത് കാരണം നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ലൊരു ഫ്രെയിമായിരുന്നു അത്, ആന ഇങ്ങനെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആനയുണ്ട്, ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ആനയുടെ പേര്. ആള് അങ്ങനെ ഉപദ്രവകാരിയൊന്നും അല്ലെന്നൊക്കെയാണ് ഞാൻ പല വീഡിയോസിലൊക്കെ ആയിട്ട് കേട്ടിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം സുപരിചിതനായ ഒരു ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി. ഞാൻ ആദ്യം കണ്ട ആന ഏഴാറ്റുമുഖം ഗണപതിയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലെന്നാണ് പറഞ്ഞത്. ഭാഗ്യമുണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കാണാൻ പറ്റിയാലും. എന്നാലും ആദ്യം ഒരു ആനയെ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു എന്താ ഒരു ഭാഗ്യമായിട്ടും സന്തോഷം തരുന്നതായിരുന്നു. കാരണം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയില്ല. ഇവിടെ അപ്പുറത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ഏഴാറ്റുമുഖം ഗണപതി മാത്രമല്ല കേട്ടോ, വേറെയും 2-3 ആനകളൊക്കെ ഉണ്ട്. 2-3 ആനകൾ കുറേ ഉണ്ട്. പക്ഷെ ഇതുപോലെ പേരുള്ള ആനകളെ വേറെ ഉണ്ട്. അത് ഞാൻ പല വീഡിയോസിനകത്ത് കേട്ടിട്ടുള്ളതാണ്. അത് എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതേ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വണ്ടി കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഏഴാറ്റുമുഖത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ പ്ലാൻ ചെയ്തൊന്നും അല്ലായിരുന്നു, യാദൃശ്ചികമായിട്ട് എടുത്തതാണ്. കാരണം ഇരുട്ടുന്നതിന് മുമ്പേ വന്നിരുന്നെങ്കിൽ ഞാൻ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ
ഞാനൊന്ന് ട്രൈ ചെയ്താണ് ഇതിലെ വണ്ടി വിടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിലാണ് ഞാൻ വണ്ടി എടുത്തത്. പിന്നെ എന്തായാലും തുടക്കത്തിന് ആനയും കൂടി കണ്ടു. അപ്പോൾ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയി. പിന്നെ അവിടെ കുറച്ചേരം നിന്നിട്ട് നമുക്ക് വേറെ ആനകൾ കൂടി കാണാൻ പറ്റിയതിനായിരുന്നു. കാരണം അവിടെ പറയുന്നിട്ടാണ് ഇന്നലെ 3 ആനകളെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നിന്നിരുന്നെങ്കിൽ വേറെ ആനകളെ കൂടി കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും അത് കാണാൻ പറ്റിയൊരു ഭാഗ്യം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.